കോഴിക്കോട് കോർപ്പറേഷൻ ചാലപ്പുറം ഡിവിഷൻ CMPക്ക് നൽകിയതിൽ കോൺഗ്രസിൽ പ്രതിഷേധം. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് M. അയൂബ് DCC പ്രസിഡന്റിനെ കണ്ട് രാജിക്കത്ത് നൽകി. രാത്രി 10 സമയം വിളിക്കുന്നുണ്ട്. ഇതിൽ വാർഡ് ഭാരവാഹികളുണ്ടോ? വാർഡ് ഭാഗങ്ങൾ മുഴുവനുണ്ട്. വാർഡ് ഭാഗങ്ങളുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്. എത്ര വാർഡാണ് ചാലപ്പുറം മണ്ഡലത്തിൽ? വാർഡ് 4 ബൂത്താണല്ലേ. 4 ബൂത്തിലെ പ്രസിഡന്റുമാരുണ്ട്. അതേപോലെ വാർഡിലെ മുഴുവൻ ഭാഗങ്ങളുണ്ട്. ഈ സീറ്റ് ഘടകകക്ഷിയാണ് നൽകിയെന്ന് പറയുന്നുണ്ട്. അതെ അതെ അതെ. CMPക്ക് കൊടുത്തതിന് പ്രതിഷേധിച്ചാണ്. കൈപ്പത്തി ചിഹ്നത്തിന് ഇവിടെ ആള് വരണം. അതാണ് ഇവിടെ ആവശ്യം. കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു ചിഹ്നം ഇവിടെ ആളുകൾ വേണം. അതാണ് ഉദ്ദേശം. രാഹുൽ KV വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുകയാണ്. രാഹുൽ, കോൺഗ്രസിന് എന്താണ് ഇതിൽ നിന്നൊരു മോചനമില്ലാത്തത്? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപ് മധു, കോൺഗ്രസിൽ ഇത് പതിവ് സംഭവം തന്നെയാണ്. സ്ഥാനാർത്ഥി ചർച്ചകൾ തകൃതിയായി പുരോഗമിക്കുന്നു എന്നാണ് കഴിഞ്ഞ ബുള്ളറ്റിനിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. അതിനിടെ തന്നെയാണ് ഈ വിധത്തിൽ പ്രതിഷേധവും കല്ലുകടിയും ഉണ്ടാകുന്നത്. കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായ രമേശ് ചെന്നിത്തലക്കാണ് കോഴിക്കോട് കോർപ്പറേഷൻ്റെ ചുമതല പാർട്ടി നൽകിയിട്ടുള്ളത്. അദ്ദേഹം തന്നെ നേരിട്ട് പങ്കെടുത്ത സ്ഥാനാർത്ഥി ചർച്ചകളൊക്കെ തന്നെ തകൃതിയായി DCC ഓഫീസിൽ നടക്കുന്നതിനിടെയാണ് ഒരു മണ്ഡലം ഭാരവാഹി തന്നെ, മണ്ഡലം പ്രസിഡന്റ് തന്നെ നേരിട്ടെത്തി രാജിക്കത്ത് DCC പ്രസിഡന്റ് നൽകിയിട്ടുള്ളത്. ചാലപ്പുറം ഡിവിഷൻ, അതായത് കോഴിക്കോട് കോർപ്പറേഷൻ ചാലപ്പുറം ഡിവിഷൻ ഘടകകക്ഷിയായ CMPക്കാണ് നൽകിയിട്ടുള്ളത്. അതിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുന്നു എന്നാണ്. M. അയൂബ് എന്നാണ് ഈ മണ്ഡലം പ്രസിഡന്റിന്റെ പേര്. അദ്ദേഹം നേരെ വന്ന് രാജിക്കത്ത് നൽകി. ആ സീറ്റ് CMPക്ക് നൽകിയ തീരുമാനം പിൻവലിക്കണം, കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെ അവിടെ സ്ഥാനാർത്ഥിയെ വേണം എന്ന ആവശ്യമാണ് DCC പ്രസിഡന്റിനോട് ഉന്നയിച്ചിട്ടുള്ളത്. വൈകിട്ട് വരെ കാക്കൂ എന്നാണ് DCC പ്രസിഡന്റ് ഏതായാലും മറുപടി നൽകിയിട്ടുള്ളത്. ഈ പ്രശ്നം അങ്ങനെ തന്നെ തുടർന്നു പോകുന്നു. സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരമാണ് ചാലപ്പുറത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥി വേണം, കൈപ്പത്തി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി വേണം എന്നുള്ളത്. തനിക്കൊപ്പം വലിയ പിന്തുണയുണ്ട് എന്നുകൂടിയാണ് M. അയൂബ് DCC പ്രസിഡന്റിനെ കണ്ട് അറിയിച്ചിട്ടുള്ളത്. തലം ഘടകകക്ഷിക്ക് നൽകിയ സീറ്റാണ്. ഒരു മുന്നണിയാകുമ്പോൾ അതിൻ്റെ മര്യാദ അനുസരിച്ച് സീറ്റുകൾ നൽകേണ്ടതുണ്ട് എന്നാണ് UDF നേതൃത്വത്തിൻ്റെ പ്രതികരണം. 2 സീറ്റുകളാണ് CMPക്കായി മുന്നണി നൽകിയിട്ടുള്ളത്. അതിലിനി മാറ്റം വരുത്താനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പം തന്നെ M. അയൂബ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാളയം ഡിവിഷനിൽ UDFൻ്റെ റിബൽ സ്ഥാനാർത്ഥിയെ പിന്തുണച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് പുറത്താക്കുകയും പിന്നീട് തിരിച്ചെടുക്കുകയും ഇപ്പോൾ മണ്ഡലം പ്രസിഡന്റായി പ്രവർത്തിക്കുകയും ചെയ്യുന്നയാളാണ്. ഏതായാലും തുടക്കത്തിൽ തന്നെ കല്ലുകടിയാണ്, പ്രതിഷേധ സ്വരമാണ് കോൺഗ്രസിനകത്ത് മുഴങ്ങിയിട്ടുള്ളത്. വിവരങ്ങൾ നൽകിയത്.